സ്വന്തം പാർട്ടി സെക്രട്ടറിയുടെ കട്ടിലിൻ്റെ അടിയിൽ കൊണ്ട് ക്യാമറ വെച്ചവർ ഇനി എന്താ ചെയ്യാൻ മടിക്കാത്തത്? 25-ാം തീയതി പരാതി കൊടുത്തിട്ട് ഇയാൾ എവിടെ പൂത്തിവെച്ചത്? മുഖ്യമന്ത്രി മറുപടി പറയട്ടെ. നമ്മൾ ഈ ലോകത്ത് വരുന്ന എല്ലാ ആളുകളുടെ പോസ്റ്റ് മുഴുവൻ കാണുക. കേക്ക് വെയിറ്റ്, ഞാൻ എൻ്റെ തന്നെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടിയിൽ ആരൊക്കെ വന്ന് എന്താ എഴുതിയെന്ന് നോക്കാറില്ല. വല്ല സുഹൃത്തുക്കളും വിളിച്ച് പറയുമ്പോഴാണ് അടിയിലും മറ്റതൊക്കെ എഴുതി വെച്ചേക്കണം എന്ന് പറയുന്നത്. ഞാൻ ഡിലീറ്റ് ചെയ്തളായിരുന്നു പറയും. ഇപ്പോഴും ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സാധനം വന്നപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്തത് അതവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. അത് കാണട്ടെ, മറ്റുള്ളവർ കാണട്ടെ എന്ന് പറഞ്ഞു. എന്തെല്ലാം അതിശയങ്ങളാണ് പറയുന്നത്. നിവൃത്തിയില്ലാത്ത 9 പരാതി ഞാൻ കൊടുത്തു. 9 പരാതി. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്തത്തോടുകൂടി എഴുതി കൊടുത്ത പരാതി പോലും കഴമ്പില്ല എന്ന് പറഞ്ഞ് തിരിച്ച് കേസെടുക്കാത്ത വിട്ട ആളുകളാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ എഴുതിയതൊക്കെയെന്ന്. എത്രയോ സ്ത്രീകളായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് മോശമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അകത്തൊക്കെ എത്ര കേൾക്കാൻ പറ്റാത്തത്. അത് നമ്മൾ ചെയ്യില്ലെന്ന്, ഞങ്ങൾ ചെയ്യില്ല. ഞങ്ങൾ ആരെങ്കിലും അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട നടപടി എടുക്കും. താങ്കൾ പറഞ്ഞത് നിഷേധിക്കുകയല്ല. എല്ലാ പോസ്റ്റും നമ്മൾ കാണില്ല. എല്ലാവരുടെയും പോസ്റ്റിൻ്റെ അടിയിൽ അടിക്കുറിപ്പ് ആരൊക്കെ എഴുതിയെന്ന് നമ്മൾ കാണും. നമ്മൾ വളരെ കുറച്ചല്ലേ നമ്മൾ കാണുന്നുള്ളൂ. 1001-ലല്ലേ നമ്മൾ കാണുന്നത്. ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടയോ അല്ലെങ്കിൽ ഗൗരവമായിട്ട് ആരെങ്കിലും പരാതികൾ ഉന്നയിക്കുകയോ ചെയ്താൽ ഞങ്ങളത് ഉറപ്പായിട്ട് തീർച്ചയായിട്ടും ചെയ്യും. ഒരു നിലപാടുമില്ല. ഇപ്പം കാണിക്കുന്നതിൻ്റെ 1-ാം പ്രതി ഇവർ പറയുന്നത് ശരിയാണെങ്കിൽ 1-ാം പ്രതി പിണറായി വിജയനാണ്. 25-ാം തീയതി പരാതി കൊടുത്തിട്ട് ഇയാൾ എവിടെ പൂത്തിവെച്ചത്? മുഖ്യമന്ത്രി മറുപടി പറയട്ടെ. 3 ആഴ്ചയായിട്ട് അതിലെന്തെങ്കിലും ഗൗരവം ഉണ്ടായിരുന്നെങ്കിൽ, സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നെങ്കിൽ 3 ആഴ്ച അത് പൂഴ്ത്തി വെച്ചതിനുള്ള മറുപടി പിണറായി വിജയൻ പറയണം. അല്ലേ ഇത് പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്ത് തെരഞ്ഞെടുപ്പിൻ്റെ അവസാനത്തെ ആഴ്ച കത്തിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. കത്തിക്കാൻ വേണമെങ്കിൽ കൊണ്ടുവന്നാണെങ്കിൽ അത് സ്വയം കെട്ടുപോകുമെന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഈ മറ്റേ അടിയിൽ കമൻ്റ് ഇട്ടവരെ പറ്റിയല്ല. ഈ സ്ഥാനാർത്ഥി പറഞ്ഞത് ഷാഫി പറമ്പിൽ നേരിട്ട് ചെയ്തെന്നാണ് പറഞ്ഞത്. എറണാകുളത്ത് ഉണ്ടാക്കിയത് CPM തന്നെയായിരുന്നു. അത് അവസാനം മനസ്സിലായതുകൊണ്ട് ഇട്ടിട്ട് ഓടിയത്. അവരെന്തും ചെയ്യാൻ മടിക്കാത്തവരാണെന്ന്. സ്വന്തം പാർട്ടി സെക്രട്ടറിയുടെ കട്ടിലിൻ്റെ അടിയിൽ കൊണ്ട് ക്യാമറ വെച്ചവർ ഇനി എന്താ ചെയ്യാൻ മടിക്കാത്തത്?